4ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഓണപരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് പുതിയ പാഠപുസ്തകമാണ് വന്നിരിക്കുന്നത്. പാഠപുസ്തകം മാത്രമല്ല, പുതിയ മാതൃകയിലുള്ള ചോദ്യപേപ്പർ കൂടിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം SARTയുടെ ഒരു മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ LPയിലെ ഏറ്റവും മുതിർന്ന ക്ലാസ് എന്ന നിലയിലുള്ള ചോദ്യപേപ്പറാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് എന്നുള്ളത് നമുക്കിത് പരിചയപ്പെടാം. നമുക്ക് നേരെ ചോദ്യപേപ്പറിലേക്ക് കടന്നാലോ? ഓക്കെ, നോക്കൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയായിരിക്കും നമുക്ക് ഉത്തരങ്ങൾ എഴുതാനുള്ള അവസരം ഉണ്ടാവുക. അപ്പോൾ ആദ്യം നാമ എന്നുള്ളത് നമ്മുടെ പേര് എഴുതുക, വിദ്യാലയസ്യ നാമ എന്നുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ പേര്, വർഗഹ എന്നുള്ളത് നമ്മുടെ ക്ലാസ് ഡിവിഷൻ, പിന്നെ ബാക്കി അധ്യാപകൻ്റെ ഒപ്പവും അതുപോലെ രക്ഷാകർത്താവിൻ്റെ ഒപ്പമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അധ്യാപകർക്ക് മാർക്ക് രേഖപ്പെടുത്താനുള്ള സ്ഥലമാണ്. നിർദ്ദേശങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. നോക്കൂ, ഉത്തരം എഴുതുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഉത്തരം എഴുതുന്നത് ദേവനാഗരി ലിപി സംസ്കൃതത്തിൽ തന്നെ എഴുതണം. 5 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതണം. 2 പ്രവർത്തനങ്ങൾക്ക് ഇന്റേണൽ ചോയ്സ് ഉണ്ട്. അതായത് ഇവിടെ 1A 1B എന്ന് പറയുന്ന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ 3A 3B എന്നതിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് പോവാം. അത് നോക്കൂ, 1A മാഷ് പറഞ്ഞു. A, B എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ മാത്രമേ നമ്മൾ ഉത്തരം എഴുതേണ്ട കാര്യമുള്ളൂ. വളരെ എളുപ്പമാണ് അല്ലേ? നോക്കൂ, ചിത്രേ കിം കിം പശ്യതി ഇത് ചിത്വാലിഖിതം. നിങ്ങൾ എഴുത്തുകാരായതുകൊണ്ട് തന്നെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നു എന്ന് തിരഞ്ഞെടുക്കുക. ഇവിടെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? വായിക്കൂ. മേഘഃ ദീപഃ സൂര്യഃ. മേഘഃ ദീപഃ സൂര്യഃ. നമ്മളപ്പോൾ 1ാമത്തെ പാഠത്തിൽ പഠിച്ച വാക്കുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞോളൂ. അറിയാം അല്ലേ? സംസ്കൃതം വാക്ക് ആണെങ്കിൽ പോലും മലയാളത്തിലേക്ക് സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ച പദമാണ് അല്ലേ? മേഘഃ അതിവിടെ എഴുതുക. ദീപഃ ഉണ്ടോ? അവിടെ വിളക്കുണ്ടോ? ഇല്ല. സൂര്യഃ ഉണ്ടാവും. സൂര്യഃ എന്നുള്ളത് ഇങ്ങോട്ട് എഴുതാം. അടുത്ത് നോക്കൂ, ഭിത്തിപത്രിക ഉചിത വർണ്ണേന ലിംബതു. പോസ്റ്ററിന് ഉചിതമായ നിറം കൊടുക്കുക. വളരെ എളുപ്പമുള്ള പ്രവർത്തനമല്ലേ? കയ്യിൽ ക്രയോൺസ് വയ്ക്കണം എന്നുള്ളത് മറക്കരുത്. അപ്പോൾ കൃത്യമായിട്ട് അതിന് നിറം കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന് 3, 2, 5 മാർക്കാണുള്ളത്. അപ്പോൾ ഇത് എളുപ്പമുള്ള പ്രവർത്തനമാണ്. മിക്കവാറും എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നു കരുതുന്നു. ഇനിയല്ല, മറ്റൊരു പ്രവർത്തനം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ അടുത്ത വന്നിട്ടുണ്ട്. വീണ്ടും അവിടെ തന്നെ വന്നിരിക്കുന്നു. നോക്കൂ, ചിത്രത്തിന് ഉചിതമായ നിറം നൽകുക. ചിത്രത്തിന് ഉചിതമായിട്ടുള്ള നിറം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പ്രവർത്തനം നോക്കൂ. ചിത്രം നിരീക്ഷ്യ കോഷ്ടകാത് ഉചിത പദാനി ചിത്വ വാക്യം പൂരയിതു. ബ്രാക്കറ്റിൽ നിന്ന് ചിത്രം നോക്കിയിട്ട് ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായിട്ടുള്ള എന്തെഴുതൂ? വാക്കുകൾ എടുത്തെഴുതൂ. നമ്മുടെ 3ാമത്തെ പാഠം വരെയാണ് നമുക്ക് സംസ്കൃതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 3ാമത്തെ പാഠത്തിൽ 2 സുഭാഷിതങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ജലബിന്ദു നിപാതേന ക്രമശപൂര്യത്തെ ഘടഹ എന്നുള്ളത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിലേതൊക്കെ വരുന്നതാണ്? ഡാഷ് നിപാതേന ഘടഹ അന്നം ധനം ജലബിന്ദു. എന്താണ്? ജലബിന്ദു ആണ് ഇവിടെ വരുന്നത്. വെള്ളത്തുള്ളി വീഴുന്നു. എവിടെ വീഴുന്നു? എന്ത് നിറയുന്നു? എന്നിട്ട് ഘടഹ കുടം നിറയുന്നു എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു കഷ്ടമുള്ള പ്രവർത്തനവും ഒരു എളുപ്പമുള്ള പ്രവർത്തനം തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കഷ്ടമുള്ള പ്രവർത്തനം എഴുതാൻ കഴിയും. അല്ലാത്തവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താം? A എന്നുള്ള പ്രവർത്തനം ചെയ്യാൻ കഴിയും. ഓക്കെ, അതിലേതെങ്കിലും ഒന്നിനെ മാർക്ക് എടുക്കുള്ളൂ. ശരി, 2ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകുന്നു. ചിത്രം നിരീക്ഷിയ കോഷ്ടകാത് ഉചിതം പദം ചിത്വാലിഖിതം. വീണ്ടും ചിത്രം നിരീക്ഷിച്ച് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. നമ്മുടെ 2ാമത്തെ പാഠം നദിയുടെ പാഠവുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ പഠനം, സേചനം, സ്നാനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലേന ഡാഷ് കരോതി. ഇവിടെ എന്താ ചെയ്യുന്ന കുട്ടി? പഠനമാണോ? അല്ല എന്നുള്ള ഉറപ്പാണ്. ബാക്കി 2 ഓപ്ഷനുള്ളൂ. സേചനം, സ്നാനം. എന്താണ് സ്നാനം? അറിയാം അല്ലേ? കുളിയാണ്. അപ്പോൾ അതുപോലെ എഴുതാം. ജലേന ഡാഷ് കരോതി. എന്താണ് ചെയ്യുന്നത്? നനയ്ക്കുകയാണ് അല്ലേ? അതെന്ത് എഴുതുക? സേചനം എന്നുള്ള ഉത്തരം നനയ്ക്കുന്നു എന്നുള്ളത് ഇവിടെ എഴുതിയാൽ 2 മാർക്കായി. 5 മാർക്കാണ് എ ഗ്രേഡ് കിട്ടാൻ വേണ്ടത്. അപ്പോൾ നോക്കൂ, അടുത്ത ചോദ്യം. മേഘഃ കുത്ര ഭവതി. എന്താ ചോദിച്ചിരിക്കുന്നത്? മേഘം എവിടെയാണ് ഉണ്ടാവുക? ജലാശയേ, ആകാശേ, കേദാരെ. എവിടെ ഉണ്ടാവുക? വളരെ എളുപ്പമല്ലേ? പറഞ്ഞോളൂ. ആകാശേ എന്നുള്ളത് എടുത്തെഴുതുക. ദിനനാഥഃ കഃ. എന്താണ്? ദിനനാഥൻ ആരാണ്? ആരാണ് ദിനനാഥൻ? സൂര്യഃ ചന്ദ്രഃ മേഘഃ. ദിവസത്തിന്റെ നാഥൻ, ദിവസം ഉണ്ടാക്കുന്ന ആരാണെന്ന് ആലോചിച്ചാൽ മതി. ആരാണ്? സൂര്യഃ. അടുത്തത്, മീനാഹ കുത്ര ജീവന്തി. മീനുകൾ എവിടെയാണ് ജീവിക്കുന്നത്? ജലേ, പർവ്വതേ, ആകാശേ. ഏതാണ് ഉത്തരം? മീനുകൾ എവിടെ ജീവിക്കുന്നത്? ജലേ, വെള്ളത്തിൽ അല്ലേ? അപ്പം 3, 2, 5 മാർക്കായി. അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കൂ, പുതിയ രീതിയിലുള്ള ഒരു ചോദ്യമാണ്.
ചേരുംപടി ചേർക്കുക. നേരത്തെ ചേരുംപടി ചേർക്കാൻ 4 ഇവിടെ തരും, 4 ഇവിടെ തരും, അത് ചേർക്കാനാണ് പറയാറ്. ഇപ്പം അങ്ങനെയല്ല, 2 ചോദ്യങ്ങളും 4 ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ വിഹഗഹ ജീവദായിനി, ഈ 2 വാക്കുകൾക്ക് ചേരുന്ന വാക്കുകൾ ഏതെല്ലാം എന്നുള്ളതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. വിഹഗഹ ചേരുന്ന വാക്കുകളല്ല, ഇതിൻ്റെ യോജിക്കുന്ന പദം മറ്റൊരു വാക്ക് എന്താണ്? വിഹഗഹ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഹഗാനീടം ഗച്ഛന്തി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ 1ാമത്തെ പാഠത്തിലെ പക്ഷികൾ അല്ലേ? വിഹഗഹ പക്ഷി. വിഹഗഹ എവിടെ പോകുന്നു? നീടം ഗച്ഛന്തി. അപ്പൊ നദീ മേഘ നീടം സൂര്യ. അപ്പോൾ ഏതിലേക്ക് വരണം? നീടത്തിലേക്ക് എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. ഇനി ജീവദായിനി, ഇത് 2ാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ്. ജീവദായിനി എന്നുള്ള ആരെ കുറിച്ച് പറയുന്നതാണ്? സൂര്യനെ കുറിച്ചാണോ, മേഘത്തെ കുറിച്ചാണോ, നദിയെ കുറിച്ചാണോ? പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ പാഠത്തൊരു ജലം യാത്രയ്ക്കും കുളിക്കാനും കുടിക്കാനും എല്ലാത്തിനും നനയ്ക്കാനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചോദ്യം. ജീവദായിനി എന്നറിയപ്പെടുന്നത് നദിയാണ്. അപ്പോൾ അതിലേക്ക് വരച്ച് ചേർക്കുക. അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ 3A ആണ്, ഓപ്ഷൻസ് ഉണ്ട്. അടുത്ത് ചിത്രസ്യ അധഃ സംഖ്യാപദം ലിഖതു. ചിത്രം നോക്കിയിട്ട് സംഖ്യ എഴുതുക. നമ്മൾ 10, 20, 30, 40 2ാമത്തെ പാഠത്തിൽ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 10 എന്താ പറയുക? പറഞ്ഞോളൂ. ദശ, 20 വിംശതി, 30 30, 40 40. ഈ രീതിയിൽ ചോദ്യങ്ങൾ എഴുതുക, ഉത്തരങ്ങൾ എഴുതുക. അടുത്ത വീണ്ടും 3B തന്നിട്ടുണ്ട്. 3A എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3B വേണ്ട. ഇവിടെ നോക്കൂ, സമാനാർത്ഥമുള്ള പദങ്ങളെ യോജിപ്പിക്കുക, ഒരേ അർത്ഥം വരുന്ന പദങ്ങളെ യോജിപ്പിക്കുക. കലശഹ എന്നത് എന്തിൻ്റെ അർത്ഥമാണ്? ഇത് വീണ്ടും ഇത്തിരി കഷ്ടമുള്ള പദമാണ്. കലശഹ എന്ന് പറയുന്നത് ഘടഹ, കുടം എന്ന വാക്കിൻ്റെ അതേ അർത്ഥമുള്ള വാക്കാണ്. അത് എഴുതുക. അർത്ഥഹ, അർത്ഥഹ എന്ന് പറഞ്ഞാൽ പൈസ, ധനം എന്നതാണ് അർത്ഥം. അത് അറിയണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത് നോക്കാം. ഓക്കെ. അടുത്ത അധോതത്തേഷു ആകാശ സംബന്ധിനി പദാനി ചിത്വാനി. ഇതിൽ ആകാശത്തെ സംബന്ധിക്കുന്ന വാക്കുകൾ, ഇത് എളുപ്പമുള്ള പ്രവർത്തനമാണ്, പക്ഷെ ഇത് കഷ്ടമുള്ള പ്രവർത്തനമാണ്. ആകാശത്തെ സംബന്ധിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? അറിയാലേ, 3 വാക്കുകൾ. ഇതൊഴികെ ബാക്കി 3, സൂര്യ, മേഘ, ചന്ദ്ര. ഈ 3 വാക്കുകൾ എഴുതാം. ഓക്കെ, ശരി. 4ാമത്തെ പ്രവർത്തനം, അത് 3Aയോ 3Bയോ മാത്രം എഴുതിയാൽ മതിയാവും. ഉദാഹരണാനുസാരം പദാനി ഉപയോഗിച്ച് വാക്യ നിർമ്മാണം കരോത്തു. ഉദാഹരണം അനുസരിച്ച് പദങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കുക എന്നാണ് പറയുന്നത്. നോക്കൂ, ആകാശേ ഐന്ദ്രശ്ചാപഹ വിഭാതി. ആകാശത്ത് ഐന്ദ്രശ്ചാപം തിളങ്ങുന്നു. ഐന്ദ്രശ്ചാപം എന്ന് പറയുന്നത് മറ്റേ മഴവില്ലാണ് അല്ലേ? ആകാശത്തിൽ മഴവില്ല് തിളങ്ങുന്നു. അപ്പൊ ഇതുപോലെ ഈ 3 വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്കറിയാം, ആകാശേ എന്ന് എഴുതുക. സൂര്യ വിഭാതി, ആകാശേ സൂര്യ വിഭാതി. അപ്പൊ 2ാമത്തെ വാക്ക് പറഞ്ഞോളൂ. ആകാശേ ചന്ദ്ര വിഭാതി. അത് 3 കൂടി ഇവിടേക്ക് എഴുതാം. അടുത്തത് ആകാശേ താരക, നക്ഷത്രം, വിഭാതി. അപ്പോൾ ആ 3 വാക്കുകൾ ഇവിടെ എഴുതിയാൽ എന്തായി? ഉത്തരങ്ങളായി. അടുത്തത് ഉചിതാക്ഷരം ഉപയോഗിച്ചാൽ പൂരിയത്. ഉചിതമായ അക്ഷരം ഉപയോഗിച്ച് പൂരിപ്പിക്കുക. ഡാഷ് ലം. അപ്പോൾ പറഞ്ഞു നോക്കൂ, ഏതക്ഷരം? ഫ. അപ്പോൾ ഫലം. പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷനിലേക്ക് നമ്മൾ പോകണ്ടല്ലോ. അപ്പോൾ ഫ അവിടെ എഴുതാം. ഇനി അടുത്ത് ഡാഷ് ഷഹ. ഫ ആൾറെഡി പോയി കഴിഞ്ഞു. ഞഷഹ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നഷഹ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഝഷഹ പഠിച്ചിട്ടുണ്ടല്ലേ? ഝഷഹ, മീൻ അല്ലേ? അതോടെ എഴുതാം. അപ്പോൾ ഈ രീതി നമ്മൾ ഫായും ഝായും ആണ് നമുക്ക് പഠിക്കാനുള്ള പ്രവർത്തനം. അക്ഷരങ്ങൾ പഠിക്കാനുള്ള ജ ജ ജി ജി ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഫ ഫ പി ഫി ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ശരി. 5ാമത്തെ പ്രവർത്തനം, ഖണ്ഡികാം പഠിത്വ പ്രശ്നാനാം ഉത്തരാണ് ലിഖതു. ബ്രാക്കറ്റ് വായിച്ച്, പാരഗ്രാഫ് വായിച്ച് ഉത്തരങ്ങൾ എഴുതാനാണ് പറയുന്നത്. നോക്കൂ, അഹം ഗജഹ. ഞാൻ ആരാണ്? ഗജഹ. നദിയുടെ അതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അഹം നദി, അഹം മമ ജനനം വികാസ ച കാരുണ്യ സംഭവതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ, അതേപോലെ തന്നെ നോക്കും. അത് നോക്കൂ, അഹം ഗജഹ, ഞാൻ ഗജ ആനയാണ്. വനേ വസാമി, എവിടെ താമസിക്കുന്ന? വനത്തിലാണ് ഞാൻ താമസിക്കുന്നത്. മമ വർണ്ണ കൃഷ്ണവർണ്ണ, എൻ്റെ വർണ്ണം എന്താണ്? കൃഷ്ണവർണ്ണ, കറുപ്പ് നിറമാണ്. മമ ഏകാ ശുണ്ട അസ്തി, എനിക്ക് ഒരു ശുണ്ട, എന്താണ്? തുമ്പിക്കൈയുണ്ട്. അഹം നദ്യാഹ ജലം പിബാമി, ഞാൻ നദിയുടെ വെള്ളമാണ് കുടിക്കുന്നത്, നദിയിലെ വെള്ളമാണ് കുടിക്കുന്നത്. ഹരിണഹ മമ മിത്രം ഭവതി, എൻ്റെ കൂട്ടുകാരൻ ആരാണ്? ഹരിണാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 രീതിയിൽ ഉത്തരം എഴുതാം. ഒന്ന് ഉത്തരം മനസ്സിലാക്കിയിട്ട് എഴുതാം. എങ്ങനെയാണ്? ഗജഹ കുത്ര നിവസതി. എന്താ ചോദ്യം? ആന എവിടെ താമസിക്കുന്നു? വനേ എന്നുള്ളത് എന്ത് ചെയ്യണം? ഇവിടെ ഉത്തരം എഴുതാം. ഗജസ്യ വർണ്ണ കഹ, ആനയുടെ നിറം എന്താണ്? കൃഷ്ണവർണ്ണ അല്ലെ? എഴുതാം. ഗജസ്യ മിത്രം കഹ,
ആനയുടെ സോറി ആനയുടെ മിത്രം ആരാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അത് എഴുതാം. ആനയുടെ മിത്രം ആരാണ്? ഹരിണഹ. അതെവിടെ എഴുതി. അപ്പോൾ ഗജഹ കുത്ര നിവസതി, ആന എവിടെ താമസിക്കുന്നു എന്നുള്ളത് നമ്മൾ 3 ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ ഈ വാക്കുകൾ എന്ത് ചെയ്യുക, ഇതേ വാക്കുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നിവസതി, വസ്, വസ, വസാമി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വനേ എന്നുള്ളത് എന്ത് ചെയ്യണം? വനേ വസാമി എന്ന് വേണമെങ്കിൽ ഇവിടെ എഴുതാം. അതെ, ഒന്നും അറിയില്ലെങ്കിൽ മാത്രമാണ് പറയുന്നത് കേട്ടോ. ഗജസ്യ വർണ്ണഹ, വർണ്ണഹ നോക്കൂ ഇവിടെ ഉണ്ട്, വർണ്ണഹ, വർണ്ണഹ. അപ്പോൾ ഈ വാക്ക് വർണ്ണഹ കൃഷ്ണവർണ്ണഹ എന്ന് എന്ത് ചെയ്യുക അവിടെ എഴുതാം. ഗജസ്യ മിത്രം കഹ, മിത്രം എന്താണ്? നമ്മുടെ മിത്രമുണ്ട്. അപ്പോൾ ഈ വാക്ക് ഹരിണഹ, മിത്രം എന്നുള്ളത് എന്ത് ചെയ്യുക അങ്ങോട്ട് എഴുതാം. അടുത്ത ഉചിതാഹ പ്രസ്താവന, പുതിയ രീതിയിലുള്ള ചോദ്യപേപ്പറിലെ ഒരു വാക്കാണ്, ഒരു പ്രവർത്തനമാണ്. ഉചിതമായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഉചിതമായ പ്രസ്താവനകൾ, അതായത് ശരിയായ പ്രസ്താവനകൾ മാത്രം കണ്ടെടുത്തുക. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഗഗനസ്യ വർണ്ണഹ നീലഹ ധവളഹ ച. ശരിയാണോ? ഗഗനസ്യ വർണ്ണഹ, എന്താ ഗഗനം? ആകാശം. ആകാശത്തിന്റെ നിറം വെള്ളയും നീലയുമാണ്, നീലയും വെള്ളയുമാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? ഗഗനം ധവളം നീലം ച. ഓക്കെ, അടുത്ത പ്രഭാതേ വിഹഗാഹ നീടം ഗച്ഛതി. ശരിയാണോ? ഗച്ഛന്തി എന്നാണ് വരേണ്ടിയിരുന്നത്. പ്രഭാതേ, രാവിലെ പക്ഷികൾ കൂട്ടിലേക്ക് പോകുന്നു. ശരിയാണോ? അല്ല അല്ലേ? പക്ഷികൾ എപ്പോഴാണ് പോവുക? വൈകുന്നേരമാണ് പോവുക. അപ്പോൾ അടുത്ത അത് തെറ്റാണ്. അപ്പോൾ ഒന്ന് ശരി. അപ്പോൾ ഇവിടെ ടിക്കറ്റ് വയ്ക്കുക, അത് തെറ്റാണ്. ഇത് ഇൻഡ്യൂട്ട് വയ്ക്കുക. അടുത്ത പ്രഭാതേ സൂര്യ ഉദയതേ, പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നു. ശരിയല്ലേ? ശരിയാണ്, ടിക്കിട. ഐന്ദ്രശ്ചാപം രാത്രവും പശ്യാമ, മഴവിൽ നമുക്ക് രാത്രിയിൽ കാണാം. തെറ്റാണ്. അപ്പോൾ ടിക്കറ്റ് ഏതൊക്കെയാണ്? 1ഉം 3ഉം മാത്രമാണ് എന്ത് ശരി. അപ്പോൾ ആ ഓപ്ഷൻ വരുന്ന ഏതാണ്? 1, 3 ഓപ്ഷൻ വരുന്ന ഏതാണ്? ഡി. അപ്പോൾ ഇവിടെ ഡി എന്നുള്ള ഉത്തരം എഴുതി വയ്ക്കാം. 1 and 3 എന്നുകൂടി എഴുതിയാൽ ഉചിതമായി. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ ഉചിതമാണ് ചോദിച്ചതെങ്കിൽ അടുത്ത അനുചിത പ്രസ്താവനാഹ ചിത്വാലിക്കതോ. അനുചിതമായ പ്രസ്താവനകൾ ഏതൊക്കെ ചോദിച്ചിരിക്കണം? ഉചിതമല്ലാത്ത തെറ്റായ പ്രസ്താവനകൾ എന്തൊക്കെയാണ്? ജലേന വിന മീനാഹ ജീവന്തി, ജലമില്ലാതെ മീനുകൾ ജീവിക്കും. ശരിയാണോ? അല്ല, തെറ്റാണല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകളാണ്. അപ്പോൾ 1 എന്നുള്ളത് തെറ്റാണ്, അത് ഇൻഡ്യൂട്ട് വയ്ക്കാം. അടുത്ത നദി ജീവദായിനി ഭവതി, നദി ജീവദായിനിയാണ് അല്ലേ? അത് പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് ശരിയാണ്, 2 ടിക്ക് ഇടാം. ശരി. അടുത്തത് 3 ജനാഹ ജലേന സേചനം കുറുവന്തി, ജനങ്ങൾ എന്ത് ചെയ്യുന്നു? വെള്ളം കൊണ്ട് നനയ്ക്കുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ? അത് ടിക്കട്ടോ. ജലേന വിന ജീവനം സാധ്യം ഭവതി, ജലമില്ലാതെ ജീവിക്കാൻ കഴിയും. ശരിയാണോ? അല്ല, തെറ്റാണ്. എന്നിട്ട് ഇൻഡ്യൂ കിട്ടും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണ്? നേരത്തെ ഇവിടെ വേണ്ടത് ശരിയായിട്ടുള്ള പ്രസ്താവനയായിരുന്നു, ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന 2ഉം 4ഉമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 2, 4 എന്നുള്ള ഓപ്ഷൻ എവിടെയുണ്ട് എന്ന് നോക്കണം. സോറി, 1ഉം 4ഉമാണ് തെറ്റ്. 1, 4 എന്നുള്ള ഓപ്ഷൻ എവിടെയുണ്ടെന്ന് നോക്കണം. നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കുക. എ, ബി, സിയിൽ ഏത് 1, 4 എന്നുള്ളത് നോക്കൂ. സി എന്നുള്ളതാണ് അല്ലേ? ഇവിടെ സി എന്ന് എഴുതുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ചില ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാം, എങ്കിലും ഈ മാതൃകയിലായിരിക്കും നമ്മുടെ CM Kids LP ഒക്കെ വരിക. അപ്പോൾ ഇതിൽ സംസ്കൃതം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ള പരീക്ഷയിലും ഈ ഒരു മാതൃകയൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാതൃകയിലുള്ള ചോദ്യപേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ SCERTയുടെ മുൻ ചോദ്യങ്ങൾ കൂടി ഇതിൻ്റെ ലിങ്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്തി എന്ന് ആശംസിക്കുന്നു. പരീക്ഷ എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുനർമിലാമ.